വീണേ, നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചതാ. എന്റെ മോളുടെ ജീവിതത്തിന്റെ കാര്യമാണ്. നിങ്ങൾ കുറെ കാലമായല്ലോ ഒരു മകളുടെ ജീവിതം കൈ പിടിച്ചോണ്ട് ബാക്കിയുള്ളവരുടെ നേരെ കുതിരയേറുന്നു. ഇതിന് മാത്രം അവൾക്ക് എന്താ ഇത്ര പ്രത്യേകത? നിത്യമോളുടെ പ്രത്യേകത പറഞ്ഞാലേ നിനക്കൊന്നും മനസ്സിലാകുകയല്ല. കാരണവേ നിന്നെ പോലെ എല്ലാം തികഞ്ഞവർക്ക് അത്തരം പെൺകുട്ടികളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നോക്ക്, ഇവരുടെ കുടുംബത്തിലൊരു അത്യാഹിതം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. നിങ്ങൾ ഈ പുകഴ്ത്തി പറയുന്ന നിത്യയുണ്ടല്ലോ, 8 വർഷമായിട്ട് ഹരിയെ കല്യാണം കഴിച്ചതാണെന്നും പറഞ്ഞ് ജീവനെ വിശ്വസിപ്പിച്ചവളാ. അതെന്നെയും കൂടി വിശ്വസിപ്പിക്കാൻ വേണ്ടി ഹരിയുടെ മുറിയിൽ കിടന്നുറങ്ങിയവളല്ലേ. അപ്പൊ പ്രത്യേകിച്ച് ആരും ഒരു പുണ്യം പറയണ്ട. ശൗര്യം കാണിക്കലൊക്കെ ഇവരുടെ മുമ്പിൽ മതി. അപ്പൊ ഇവർക്ക് തോന്നും ഹരി നല്ലവനാണല്ലോ, നിത്യമോളെ അങ്ങ് സംരക്ഷിച്ചോളൂന്ന്. എനിക്ക് ഈ വേഷം കെട്ടലൊക്കെ കണ്ടാ മനസ്സിലാവും. എനിക്ക് ആ ഡിവോഴ്സ് പേപ്പറിന്റെ കാര്യം അറിയില്ല. ഞാൻ അതിൽ തൊട്ടിട്ടില്ല. ഇനി അതിനു വേണ്ടി ബഹളം വെക്കാൻ ആരും എന്റെ അടുത്തേക്ക് വരണ്ട. എല്ലാവരും ചേർന്ന് നമ്മളെ പറ്റിക്കായിരുന്നു. ഞാൻ ഇത് വളരെ മുമ്പേ പറഞ്ഞതല്ലേ. അന്നൊന്നും എന്റെ വാക്കുകൾ കേൾക്കാൻ തോന്നിയില്ലല്ലോ. വീണേ, എല്ലാത്തിനെയും ഒറ്റയടിക്ക് കൊന്നു തീർക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. എന്നാ പിന്നെ ചെയ്യാത്തത് എന്താ? ഓ, പെങ്ങളുടെ കല്യാണം അലങ്കോലാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ? അവളുടെ കല്യാണം നടക്കണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പോ എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. എന്റെയോ? അതെ, അമ്മ ഒരു നാടകം കളിച്ചിട്ടാണ് നിത്യയെ ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു പേപ്പറിൽ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്. ആ പേപ്പർ ഇപ്പൊ ഹരിയുടെ കയ്യിലുള്ളത്. അതെനിക്ക് വേണം. അതിപ്പോ എങ്ങനെ കിട്ടാനാ? അതെങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ അവനത് നിത്യയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് അവർ തമ്മിലങ്ങ് മുന്നോട്ട് പോകും. അതൊരിക്കലും നടക്കാൻ പാടില്ല. അത് കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ അത് നാളെ എനിക്കെതിരെയുള്ള ഒരു തെളിവാകും. വീണേ, എനിക്കത് കിട്ടിയേ പറ്റൂ. ഹരിയേട്ടൻ സാധനങ്ങളൊക്കെ വെക്കുന്നത് ഷെൽഫിലാ. ആ മുറിയിൽ തന്നെ അയാൾ കിടന്നുറങ്ങുന്നത്. മുറി കാണിച്ചെന്നാ മതി, ഞാനെടുത്തോളാം. ഉണർന്നാലോ? അതൊക്കെ നോക്കാം നമുക്ക്. എഴുന്നേക്കടാ. നിന്നോടല്ലേ എഴുന്നേക്കാൻ പറഞ്ഞോ? സാറേ, നേരത്തെ കാണിച്ച കണക്ക് ഇവന്റെ അടവായിരിക്കൂ. എഴുന്നേക്കടാ, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കേ. അമ്മേ, അമ്മേ, നിന്റെ പുതിയ അടവൊന്നും എടുക്കാൻ നിൽക്കണ്ട. മര്യാദക്ക് എഴുന്നേക്കടാ. എടാ എടാ, എഴുന്നേക്ക്. അമ്മേ, അയ്യോ. താനോടെ നിൽക്കുക, ഞാനിപ്പോ വരാം. ശരി സാർ. സാർ,
എന്താടോ? സാറേ, ഭക്ഷണം കൊണ്ട് ചെന്നിട്ടും അവൻ എഴുന്നേക്കുന്നില്ല. ബലമായിട്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നോക്കിയില്ലേ? ഇല്ല സാർ, തളർന്നു തന്നെ കിടക്കുക. അമ്മയെന്ന് വിളിച്ച് കരയുന്നുമുണ്ട്. താൻ വാ. സർ. ജീവൻ, 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 എഴുന്നേൽക്കാൻ. ജീവനായോണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. സാറേ, എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മളല്ലേ കൊടുക്കുന്നേ? ആ, താനൊരു കാര്യം ചെയ്യും. അവന്റെ അച്ഛനും അമ്മയും വിളിച്ചിങ്ങോട്ട് വരാൻ പറ. ശരി സാർ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട, അന്വേഷണത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞാൽ മതി. ശരി സാർ. സാറേ, ഇനി ഇവനെ വല്ല ആശുപത്രിയിലും കെട്ടിയെടുക്കേണ്ടി വരുമോ?